ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം എവിടെ ഇരുന്നാലും വേണ്ടില്ല, ആരുടെ കൂടെയായാലും വേണ്ടില്ല, നമ്മുടെ മനസ്സ് ഈശ്വരോന്മുഖമാണെങ്കിൽ നാം പരമമായ ലക്ഷ്യമെന്തോ അതിലെത്തിച്ചേർന്നു. അതിൻ്റെ അനുഭൂതി തലത്തിലേക്ക് ഉയരാനും ജീവിതം സഫലമായി തീരാനും സാധിക്കുന്നതാണ്. നാട്ടിലൊക്കെ ശല്യമാണെന്ന് കരുതിയാണ് കാട്ടിലേക്ക് പോകുന്നത്. നാട്ടിലൊന്നും ഏകാഗ്രത കിട്ടില്ല എന്ന് പറഞ്ഞ് കാട്ടിൽ പോയാൽ തപസ്സനുഷ്ഠിക്കാമെന്ന് കരുതി കാട്ടിൽ പോകും. കാട്ടിൽ പോയത് കൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല. വിശ്വാമിത്രൻ വസിഷ്ഠ മഹർഷിയോട് മത്സരിച്ച് തപസ്സിന് പോയി. അവിടെ തപസ്സനുഷ്ഠിക്കുന്നതിനിടയ്ക്ക് മേനക വന്നു. മേനകയുടെ വലയിൽ കുടുങ്ങി നൃത്തം ചെയ്തു. അതിലൊരു കുട്ടിയുണ്ടായി, ശകുന്തള എന്ന പേരിൽ. അപ്പോൾ ഈ ബന്ധങ്ങളൊക്കെ വേണ്ടെന്ന് കരുതിയാണ് നാട് വിട്ട് രാജ്യവും നാടും എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം തപസ്സിനായി കാട്ടിൽ ചെന്നു. പക്ഷേ മനസ്സടക്കാൻ കഴിയാത്തതിനാൽ കാട്ടിൽ ചെന്നപ്പോഴും താൻ ആ വിഷയങ്ങൾക്ക് അടിമപ്പെടുന്നു. എന്നാൽ മനസ്സ് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ നാടകത്ത് വസിക്കലും ബഹുമോടിയോടെ വസിക്കലും പാടലാധരിമാരോടും മണിമേടമേൽ നിവസിക്കലും കോടി മിന്നൽ കണക്കെ നിൻപ്രഭ കണ്ടു കണ്ടു സുഷുമ്നയാം നാടിമേൽ മരുവുന്നവൻ്റെ സമസ്തവും സഫലം ശിവ. ഹരേ കൃഷ്ണ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ശ്രീകൃഷ്ണൻ എല്ലാ സുഖസൗകര്യങ്ങളും ആഭരണങ്ങളും ആടയും അത്യന്തം രാജകുമാരന്മാരെ പോലെ ശോഭിച്ചുകൊണ്ടിരുന്ന ആളാണ്. എന്നാൽ അദ്ദേഹം ഒന്നിലും ഭ്രമിച്ചിട്ടില്ല. ആ പരമമായ സത്യത്തിൽ മാത്രം അദ്ദേഹം ആ പരമാനന്ദാനുഭൂതി നുകർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ തൻ്റെ ഭാര്യമാരിലൊന്നും അദ്ദേഹം സുഖത്തിനായി ആശ്രയിച്ചിട്ടില്ല. തന്നെ അവരൊക്കെ ആശ്രയിച്ചപ്പോൾ വിധേയമായി എന്ന് മാത്രം. അതാണ് പറയുന്നത്, നാടകത്ത് വസിക്കലും ബഹുമോടിയോടെ ഇരിക്കലും. വലിയ ആഭരണങ്ങളും സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളും നാട്ടിൽ മണിമേടയുടെ മുകളിൽ കിടന്നാലും. അതാണ് നാടകത്ത് വസിക്കലും ബഹുമോടിയോടെ വസിക്കലും പാടലാധരിമാരോടും. അതായത് പത്നിമാരോ ആയിരിക്കുന്ന സ്ത്രീകളോടുകൂടി ഒന്നല്ല, എത്രയായാലും വേണ്ടില്ല. 16,008 ഭാര്യമാരാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നു. പാടലാധരിമാരോടും മണിമേടമേൽ നിവസിക്കലും. അതിമനോഹരമായ മണിഹർമ്മത്തിൽ ആണ് താമസിക്കുന്നതെങ്കിലും കോടി മിന്നൽ കണക്കെ നിൻ പ്രഭ, കോടി സൂര്യന്മാരുടെ പ്രഭയോടുകൂടി മിന്നിക്കൊണ്ടിരിക്കുന്ന ഈശ്വരൻ്റെ ആ പ്രഭ ആരാണോ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിതം സഫലമാണ്. കോടി മിന്നൽ കണക്കെ നിൻപ്രഭ കണ്ടു കണ്ടു സുഷുമ്നയാം. സുഷുമ്നയ്ക്കകത്താണ് ഈശ്വരൻ്റെ ദിവ്യമായ ശക്തി നിറച്ചു വച്ചിരിക്കുന്നത്. ആ സുഷുമ്നയിൽ തന്നെ സുഷുമ്നയാം നാടിമേൽ മരുവുന്നവൻ്റെ, ആ സുഷുമ്നയിൽ തന്നെ ഏതൊരാളാണോ തൻ്റെ മനസ്സിനെ നിർത്തുന്നത്, ഒന്നുകിൽ ധ്യാനിക്കാൻ പറ്റിയ ഒരു സ്ഥാനമാണ് ഭൂമധ്യം, ഇവിടെ ധ്യാനിച്ചു. അതുമല്ലെങ്കിൽ ഗൃഹസ്ഥരായവർക്ക് ഏറ്റവും പറ്റിയതാണ് ക്രിസ്തലേ, ഹൃദയമാവുന്ന സ്ഥലത്ത്. ഹൃദയത്തിൽ അത്യന്തം വികസിച്ചിരിക്കുന്ന ഒരു താമരയിൽ ഭഗവാൻ നിൽക്കുന്നതായി ഭാവന ചെയ്ത് ആ സ്വരൂപത്തെ ധ്യാനിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ മനസ്സ്
പതറില്ല, പല വഴിക്കും പോവില്ല. അത് നിശ്ചലമായി ഏകാഗ്രമായി ഒന്നിൽ തന്നെ നിലകൊള്ളും. അത് കുറച്ചു കാലം നമ്മൾ അഭ്യസിച്ച് കഴിയുമ്പോൾ ആദ്യം നമ്മൾ കണ്ണടച്ചുകൊണ്ട് ആ ഭാവനയാണ് ആദ്യം. യഥാർത്ഥമായതുണ്ട് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഈ വാക്കിലൂടെ വരച്ച് വെച്ച ചിത്രത്തിലൂടെ നാം ഭാവന ചെയ്തു പോകുമ്പോൾ യഥാർത്ഥമായതെന്തോ അത് നമുക്ക് അനുഭവവേദ്യമാകും. അതാണ് നാടകത്തു വസിക്കലും ബഹുമോടിയോടെ ഇരിക്കലും പാടലാതരിമാരോടും മണിമേടമേൽ നിവസിക്കലും കോടിമിന്നൽ കണക്കെ നിമ്പ്രഭ കണ്ടു കണ്ടു സുഷുമ്നയാം നാടിമേൽ മരുവുന്നവൻ്റെ സമസ്തവും സഫലം ശിവ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.